പഞ്ചായത്ത് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് കെ സുനിൽ ഉണ്ട്. നമസ്കാരം ശ്രീ സുനിൽ. ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ കാർഷിക മലയോര മേഖലയാണ്. കൂടുതലും കൃഷിയെ ഉപജീവന മാർഗമായി സ്വീകരിച്ച ജനങ്ങളാണ് ഉള്ളത്. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കാർഷിക മേഖലയില് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ 5000 കുടുംബങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പച്ചക്കറി ഇടവള കൃഷിയുടെ ബൃഹത്തായ പദ്ധതി കഴിഞ്ഞ 3 വർഷമായി പഞ്ചായത്ത് നടപ്പാക്കാണ്. അതിന്റെ ഭാഗമായി 2500 കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കാൻ പച്ചക്കറി ഉത്പാദിപ്പിക്കുക എന്ന അനുബന്ധ സാമഗ്രികൾ വിതരണം ചെയ്തുകൊണ്ടാണ് പഞ്ചായത്ത് ഈ ബൃഹത്തായ പദ്ധതി നടപ്പാക്കിയത്. അതിന്റെ ഭാഗമായി വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതി സമർത്ഥമായി പൂർത്തീകരിക്കാൻ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ശല്യമാണ്. ആ വന്യജീവി ശല്യത്തിനെതിരായി വർഷങ്ങളായ പരിശ്രമത്തിനിടയിൽ ഹാങ്ങിങ് ഫെൻസിംഗ്, തൂക്കുവേലി എന്ന് പറയുന്ന പദ്ധതി ഈ മാസം 29 ആരംഭിക്കാം. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് വന്യജീവി പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടും. അതുപോലെ ആരോഗ്യ മേഖലയുടെ പ്രത്യേകത, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബാരോഗ്യ കേന്ദ്രമായി ഈ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടത് പെരുവണ്ണാമൂഴിയാണ്, ചക്കിട്ടപ്പാറ പഞ്ചായത്തിലാണ്. ആ ആരോഗ്യ മേഖലയിൽ രാവിലെ എത്തുന്ന രോഗികൾക്ക് കഴിക്കാനുള്ള ലഘുഭക്ഷണം മുതൽ അവിടെ ആവശ്യമെങ്കിൽ ആംബുലൻസ് മുതൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായി ഒരു ദിവസം 200-250 രോഗികളാണ് രാവിലെ OPയിൽ ഉണ്ടാകുന്നത്. ഈ പഞ്ചായത്തിലെ പ്രത്യേകത, ഇവിടെ 2 പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്. അത് പുതിയ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് 1.5 കോടിയുടെ കെട്ടിടമുണ്ടാക്കി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. അതുപോലെ ആയുർവേദ ആശുപത്രിക്ക് ഞങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു ദേശീയ പുരസ്കാരം ഈ വർഷം ലഭിക്കുകയുണ്ടായി. ഹോമിയോ ആശുപത്രി ഒരു അവാർഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ആരോഗ്യ മേഖലയും വിട്ടുവിട്ട സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള സംവിധാനമാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കിയത്. പിന്നെ വ്യത്യസ്തമായ മേഖല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 10 കളിക്കളങ്ങൾ നമ്മളെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക് ആധുനിക കാലത്ത് വഴിതെറ്റുന്നവർക്ക് ദിശാബോധം കൊടുക്കാനുള്ള കളിക്കളങ്ങൾ, 7 സാംസ്കാരിക കേന്ദ്രങ്ങൾ. ഇത് രണ്ടുമാണ് ഏറ്റവും മികച്ച പ്രവർത്തനമായി കാണുന്നത്. സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്ക് സായം സന്ധ്യകളിൽ യുവജനങ്ങൾ വരികയും പുസ്തകങ്ങൾ വായിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതുപോലെ ആദിവാസി ഉന്നതികളുള്ള പഞ്ചായത്താണ്. 5 ആദിവാസി ഉന്നതിയുണ്ട്. 5 ആദിവാസി ഉന്നതിയിലെയും മുഴുവൻ കുടുംബങ്ങൾക്കും ആധുനിക സൗകര്യമുള്ള വീട് നിർമ്മിച്ചു നൽകുക മാത്രമല്ല, ഒരു കരിയർ ഗൈഡൻസ് സെന്റർ ആരംഭിച്ച് SLC പാസ്സാകുന്ന മുഴുവൻ കുട്ടികളെയും അവരെ പിന്നാലെ സഹായിച്ചുകൊണ്ട് സർക്കാർ ജോലി എത്തിക്കുക എന്ന പദ്ധതി പഞ്ചായത്ത് വളരെ വിപുലമായി നടപ്പാക്കുന്നുണ്ട്. ഒരു ആദിവാസി ഉന്നതിയിലെ കുട്ടികൾ പോലും സ്കൂളിൽ പോകാതിരിക്കുന്നില്ല. എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം പഞ്ചായത്ത് നടപ്പാക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു സമം കറി പൗഡർ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു സ്ഥാപനമാണ്. ഒരു ദിവസം 2500 കിലോ കറി പൗഡർ ഉത്പാദിപ്പിച്ച് ഇതര സ്റ്റേറ്റുകളിലേക്ക് അയക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തേൻ കൃഷി, 216 കൃഷിക്കാരെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ വർഷം 16,000 കിലോ തേനാണ് ഇവിടുന്ന് കയറ്റി അയക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിന്റെ ഭാഗമായി ഒരു തേൻ മ്യൂസിയം പഞ്ചായത്ത് സ്ഥാപിച്ചിട്ട് നിരവധി തേൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയും തേനിന്റെ ചരിത്രം, തേനീച്ചയോട് ചരിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു തേൻ മ്യൂസിയം തന്നെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മൃഗസംരക്ഷണ മേഖലയിൽ വ്യത്യസ്തമായ പദ്ധതികളാണ്. ഈ വർഷം 20,000 കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചു. ഇവിടെ ആദിവാസി ഉന്നതികളിലെ 100 കുടുംബങ്ങൾക്ക് കോഴിയും കൂടും പദ്ധതി നടപ്പാക്കി ഡെയിലി മുട്ട ശേഖരിച്ച് ആ മുട്ടയുടെ വരുമാനം മാസം 4,000 രൂപ എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു പദ്ധതി ഒരു വർഷമായി നല്ല നിലയിൽ തുടരുകയാണ്. ഇങ്ങനെ അംഗനവാടികൾ, 27 അംഗനവാടികൾ സ്വന്തമായി കെട്ടിടമുണ്ട്. ഈ സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ അംഗനവാടികളും AC ആക്കാൻ തീരുമാനിച്ച പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാ അംഗനവാടികളും AC ആക്കാൻ ഇപ്പോൾ ടെൻഡർ നടപടി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ നമ്മുടെ അംഗനവാടികളെല്ലാം എയർ കണ്ടീഷൻ ആവുന്ന അവസ്ഥ ഉണ്ടാവും. വിദ്യാലയങ്ങളുള്ള 3 ഗവൺമെന്റ് സ്കൂളാണ്. എല്ലാ ഗവൺമെന്റ് സ്കൂളുകൾക്കും ആധുനികമായ കെട്ടിടങ്ങൾ, സൗകര്യങ്ങളുണ്ട്. അവിടെ എത്തുന്ന ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് ഒരു സായാഹ്ന ഭക്ഷണ പദ്ധതി വീടുകളിലേക്ക് കൊടുത്തയക്കാൻ ഒരു ഭക്ഷണ പാക്കറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു.
തീർച്ചയായും അത്തരത്തിൽ കുട്ടികൾക്കായി ഹരിത സഭകളും വിദ്യാർത്ഥി സൗഹൃദ പഞ്ചായത്ത് എല്ലാമാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. ഒപ്പം തന്നെ വനിതാ സൗഹൃദ പഞ്ചായത്ത് കൂടിയാണല്ലോ. അത്തരത്തിൽ വനിതകൾക്കായി സംരംഭങ്ങളെല്ലാം തന്നെ ഒരുക്കുന്ന പഞ്ചായത്താണ്. ഒപ്പം തന്നെ എടുത്തു പറയുന്നത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? പ്രത്യേകിച്ച് ഹരിത കർമാംഗ സേനാംഗങ്ങളുടെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ, നിലവിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? 2024-25 കോഴിക്കോട് ജില്ലയിൽ സ്വീറ്റ് മിഷന്റെ ഏറ്റവും മികച്ച പഞ്ചായത്തുള്ള അവാർഡ് ചക്കിട്ടപ്പാറയ്ക്കാണ്. ചക്കിട്ടപ്പാറയാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച 2 MCF ഉണ്ട്. അവിടെ ഓരോ പ്രദേശത്തും ഓരോ വാർഡുകളിലും നമുക്ക് അവിടെ മിനി MCF പ്ലോട്ടിംഗ് വന്നു. പൂർണ്ണമായ മാലിന്യം ശേഖരിച്ച് MCF എത്തിച്ച് അത് ക്ലീൻ കേരള മിഷന്റെ കയറ്റി അയക്കുന്ന വിപുലമായ പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പാക്കുന്നത്. ഓരോ വാർഡിലും വനിതാ സ്വയം തൊഴിൽ കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഈ 29-ാം തീയതി അതിന്റെ കേന്ദ്രീകരിച്ച ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുകയാണ്. അങ്ങനെ വനിതാ സംശയങ്ങളുടെ പ്രവർത്തനവും നടക്കുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക മേഖലയ്ക്ക് അത്യന്തം പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ്. ഇവിടെ പ്രധാന വെല്ലുവിളിയായി ഉയരുന്നത് ഈ വന്യജീവി ആക്രമണം തന്നെയാണ്. ഇതിനെതിരെ എന്തൊക്കെ നടപടികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? വന്യജീവി ആക്രമണത്തിനെതിരായിട്ട് നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി പ്രശ്നം. 15 വർഷമായി ഞങ്ങളുടെ 15 വാർഡുകളിലെ കൃഷിക്കാർക്ക് ഒരു ആദായം എടുക്കാൻ കഴിയാതെ അസ്വസ്ഥത പടർത്തുന്ന സംഭവമാണ് വന്യജീവി മനുഷ്യ സംഘർഷം. ഈ സംഘർഷത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലാണ് കഴിഞ്ഞ മാർച്ച് മാസം 4-ാം തീയതി പഞ്ചായത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലും എന്നൊരു തീരുമാനം വിവാദമായി കേരളവും രാജ്യവുമായി ചർച്ച നടത്തിയാണ്. ഞങ്ങൾ ആ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചപ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ആ ഒരു മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി. അതിന് ബദലായി ഞങ്ങൾ ചെയ്യുന്നത് ഈ സോളാർ ഫെൻസിംഗ് കൃഷിക്കാർക്ക് കൊടുത്തിട്ട് ഓരോ കൃഷിക്കാരനും 50,000 സബ്സിഡി കൊടുത്ത് അയാളുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്ന വിപുലമായ പദ്ധതി 160ഓളം കൃഷിക്കാർക്ക് ഈ സഹായം ചെയ്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെയ്തത്. പഞ്ചായത്ത് മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോ ഹാങ്ങിങ് ഫെൻസിംഗ് ഇടുന്നത്. അതുപോലെ ഈ കൃഷിയിടത്ത് ഇറങ്ങുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാൻ 20 പേരടങ്ങുന്ന ഷൂട്ടേഴ്സ് പാനൽ ഉണ്ടാക്കി പന്നികൾ കൃഷിഭൂമിയിൽ ഇറങ്ങുന്നില്ല ഞങ്ങൾ ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമ്മളെ പഞ്ചായത്തില് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ബഡ്സ് സ്കൂളുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങൾ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായ ഒരു വെബ്സൈറ്റ്, ചിലപ്പം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും ഒരു വെബ്സൈറ്റ് ഭിന്നശേഷി, ഒരു 233 ഭിന്നശേഷിക്കാരുടെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ ഭിന്നശേഷിക്കാർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പ്രത്യേക കേന്ദ്രവും അതിന്റെ ഒരു പാലിയേറ്റീവ് പ്രവർത്തനവും അക്കൂട്ടത്തിൽ അതിനെന്താണ് ഫിസിയോതെറാപ്പിയുടെ സേവനവും വെച്ചുകൊണ്ട് 4 കേന്ദ്രങ്ങൾ ഇവരെ പരിചരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കണം. പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്വയം തൊഴിൽ ഓരോരുത്തരും ചെയ്യാൻ കഴിയുന്ന ആട് ഫാം, കോഴി ഫാം, വെട്ടിക്കടകൾ ഇങ്ങനെയുള്ള ഉപജീവന പദ്ധതികൾ വളരെ വിപുലമായി നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയോജനങ്ങളുടെ 140 ക്ലബ്ബുകൾ രൂപീകരിച്ച് വയോജനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, സഹായ ഉപകരണങ്ങൾ, മറ്റനുബന്ധമായ സൗകര്യങ്ങൾ, നിയമസഹായം ഇതെല്ലാം ചെയ്യുന്ന പ്രത്യേക പദ്ധതികളും ഈ ക്ലബ്ബുകളുടെ യോഗം വാർഡ് മെമ്പർമാർ പങ്കെടുത്തുകൊണ്ട് മാസത്തിൽ ഒരു ദിവസം ചേരുകയും ഇതിന്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള യോഗം 3 മാസത്തിലൊരിക്കൽ ചേർന്ന് അവലോകനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2 പകൽ വീടുകൾ ഇവർക്ക് സായാഹ്നങ്ങളിൽ വിശ്രമിക്കാനുള്ള 2 പകൽ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി 5 ഓപ്പൺ ജിമ്മുകൾ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഓപ്പൺ ജിമ്മുകൾ 29-ാം തീയതി തുറക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ ഈ സായം സന്ധ്യയിൽ ഈ വയോജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങൾ വളരെ വിപുലമായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് കരുതിയിരിക്കുന്നത്? ഭാവിയിലേക്കുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 4 മാസമേ ബാക്കിയുള്ളൂ. എന്നാൽ ഞങ്ങളൊരു ദിശ വെക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഗതാഗത യോഗ്യമല്ലാത്ത ഒറ്റ റോഡുകളും ഇപ്പോൾ ഇല്ല. ഞങ്ങളുടെ മുന്നിലുള്ള ചില വിഷയങ്ങൾ ഓരോ വാർഡുകളിലും ഒരു അയൽപക്ക പഠന കേന്ദ്രം എന്ന നിലയിൽ ആ വാർഡിലെ വിദ്യാസമ്പന്നരായ ആളുകൾ വെച്ചുകൊണ്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാ വാർഡുകളിലും ഒരു സമാന്തര സ്കൂൾ വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്ത് നടത്തുന്ന 15 സമാന്തര സ്കൂളുകൾ ആലോചിക്കുന്നുണ്ട്. രണ്ടാമത്തെ കളിക്കളങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, സാംസ്കാരിക കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, തെറ്റായ വഴിയിൽ പോകുന്ന യുവജനങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള അതിവിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കണം എന്നൊരു പദ്ധതി തന്നെ ഞങ്ങൾ ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു പദ്ധതി വെച്ചത് ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പാണ്. ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ക്യാൻസർ സാധ്യതാ പഠനം നടത്താൻ
MBR മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്കട്ടപ്പാറ പഞ്ചായത്തിൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി അവർക്ക് അഡ്വാൻസ് ചികിത്സ കൊടുക്കാനുള്ള പദ്ധതി ഞങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ച് വരികയാണ്. പിന്നെയും ചില പദ്ധതികൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. ആ ലക്ഷ്യമിടുന്ന പദ്ധതി നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു കേജ് മത്സ്യം, അതായത് റിസർവയറിന്റെ മേലെ ഫൈബർ ബോട്ടിനകത്ത് മത്സ്യം വളർത്തുന്ന പദ്ധതിയുണ്ട്. 114 ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ പദ്ധതി ഒന്ന് വിപുലപ്പെടുത്തണം. അങ്ങനെ ഈ പഞ്ചായത്തിൽ 1000 പേർക്കെങ്കിലും ഈ പഞ്ചായത്തിന്റെ ഇടപെടൽ വഴി ഉപജീവന പദ്ധതികൾ ഒരുക്കുക ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഭാവിയിലേക്ക് ആലോചിക്കുന്നത്. തീർച്ചയായും കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. ഭാവി വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ കെ സുനിൽ. ഇന്ത്യ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.